സ്ത്രീധനം 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 എത്ര തവണ നീ ഇത് തന്നെ പറയും? പണം എനിക്ക് ആവശ്യമുണ്ട്. ധനം നമുക്ക് പ്രധാനം തന്നെയാ, അല്ലാന്നല്ല. അതിന്റെ കൂടെ സമൂഹത്തിൽ ഒരു നിലയും വിലയൊക്കെ അത്യാവശ്യമല്ലേ? അല്ല, ഞാനിതുവരെ ഒന്നും പറയാത്തതുപോലെ ഇങ്ങനെ നോക്കുന്നത് എന്താ? എന്തോ നിലയും വിലയും ആദ്യമായിട്ടാണല്ലോ പറയുന്നത്. ഒരു മനുഷ്യൻ എത്ര ഉണ്ടാക്കിയാലും അവന്റെ ഭാര്യ അവനെ വില വയ്ക്കുന്നില്ല എന്ന് നാട്ടുകാരറിഞ്ഞാ അത് എത്ര അപമാനമാണെന്ന് പുറത്തു വന്ന് നോക്ക്, നിനക്ക് മനസ്സിലാകും. ഭാര്യയെ ഫംഗ്ഷന് കൊണ്ടുവരാത്തതുകൊണ്ട് ഓഫീസിലുള്ള ഓരോരുത്തരും എങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നിനക്കറിയോ? നീ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ആവനിയെ ഭാര്യയാക്കി പരിചയപ്പെടുത്തി. നാളെ എവിടെയെങ്കിലും വെച്ച് അതേ ആൾക്കാര് നിന്റെ കൂടെ എന്നെ കണ്ടാ എന്നെ കുറിച്ച് എന്ത് കരുതും? എന്നെ അവർക്ക് നീ എന്ത് പറഞ്ഞ് പരിചയപ്പെടുത്തും? ആവനി നിന്റെ ഒന്നാം ഭാര്യ, ഞാൻ നിന്റെ രണ്ടാം ഭാര്യയാണെന്നോ? അതോ വേറെന്തെങ്കിലും പറയോ? പറയേ. നിന്റെ കൂടെ ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയായി. ഛീ, എന്നെ കാണുമ്പോ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ ബ്ലെയിം ചെയ്യുന്നതല്ലാതെ നിന്റെ തെറ്റ് നീ അംഗീകരിക്കുന്നില്ല. നോക്ക്, ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തെന്നറിഞ്ഞ നിന്നെ കൊന്നിട്ട് എന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ആ കേസ് തന്നെ മായ്ച്ചു കളയും. ഓർമ്മ വേണം. എഞ്ചിനീയർ വരാന്ന് പറഞ്ഞ നേരം കഴിഞ്ഞല്ലോ, ഇതുവരെ എത്തിയില്ല. എത്ര നേരം വെയിറ്റ് ചെയ്യണം? ഒന്ന് പെട്ടെന്ന് ചെയ്യടാ, സാറ് വന്ന വഴക്ക് പറയും. ഒന്ന് വേഗം. ഏയ് സൂപ്പർവൈസർ. സാർ. സാർ, ആ എഞ്ചിനീയറെ കോൾ ചെയ്തിട്ട് പെട്ടെന്ന് വരാൻ പറ. ഓക്കെ സാർ. ലൈഫ് വളരെ റൊട്ടീനായി പോകുന്നടാ. ഇഷ്ടമുള്ള കുട്ടികളെ കിട്ടാഞ്ഞിട്ട് ബോറടിച്ചു തുടങ്ങി. സാർ കണ്ടുപിടിച്ചു സാർ. സാറിനെ അന്വേഷിച്ച് ഞാൻ ഗസ്റ്റ് ഹൗസിൽ പോയപ്പോ സാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കാലില് ജെറ്റ് പിടിപ്പിച്ചിട്ട് പറന്നു വന്നതല്ലേ ഞാൻ. എന്താ കാര്യം? സാർ, കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്താ? അത് സാറേ, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ജോലിയിലെ അത് തീരുമാനമായി. ഞാൻ അവനെ കണ്ടെത്തി. രണ്ട് ദിവസം കൊണ്ട് അവളുടെ അഡ്രസ് കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി തരാം ഞാൻ. സാറേ, അപ്പോഴേക്ക് നിങ്ങൾ എനിക്ക് തരാന്ന് പറഞ്ഞ ബാലൻസ് പേയ്മെന്റ് എടുത്തു വെച്ചേക്ക് സാറേ. എന്താ സാറേ നിങ്ങളിങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നേ? ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് വിശ്വാസമായില്ല അല്ലേ? 2 ദിവസം കൊണ്ട് അവൾ ഇവിടെ കൊണ്ടുവരും ഞാൻ. നിങ്ങൾ തന്നെ ഷോക്കാവും. ഞാൻ ഇന്നലെ രാത്രി അവളെ കണ്ടു സാർ. എന്താ സാർ, കൈമടക്ക് കിട്ടുമെന്ന് വിചാരിച്ചപ്പോ കൈമടക്കി തരുവാണോ? നിന്റെ നാത്തൂനെ നീ ഇന്നലെയല്ലേ കണ്ടത്? ഞങ്ങള് ദീപാവലിയുടെ അന്നേ കണ്ടതാ. ആണോ? നിന്റെ നാത്തൂന്റെ കല്യാണം കഴിഞ്ഞതും എനിക്കറിയാം. എനിക്കിതെന്താ ഷോക്കിന്റെ മുകളിൽ ഷോക്ക് കിട്ടുന്നേ? അന്ന് ഞാൻ അവിടെ സത്യഭാമയുടെ അവതാരത്തെ കണ്ടു. ജീവിതത്തിൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇടപെടലെന്ന പാഠം പഠിപ്പിച്ചിട്ടാ വിട്ടത്. ഇനി ഒരിക്കൽ കൂടി നിന്നെ ഇതും പറഞ്ഞ് ഇവിടെ കണ്ട കൊന്നുകളയും. സാർ, എന്റെ നാത്തൂനൊരു പാവമാണ് സാർ. ഇനി ഒരിക്കൽ കൂടി ഈ കാര്യം പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നോ കോച്ചിക്കളയും. എന്റെ നാത്തൂന് വേണ്ടി ഒരു ദിവസം വമ്പൻ ചേസിങ് നടത്തിയ നിങ്ങളാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറേ. പവിത്രമാക്കപ്പെട്ട പെൺകുട്ടികൾ അഗ്നിക്ക് തുല്യമാണ്. മോഹിച്ചാൽ ലങ്കാദഹനം തന്നെ സംഭവിക്കും. പോടാ. അതല്ല സാറേ. എടാ പോടാ. ബാലൻസ് കിട്ടുമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇവൻ ഇങ്ങനെ മലക്കം പറയുമെന്ന് വിചാരിച്ചില്ല. അവനെ പോയി കണ്ടു കഴിഞ്ഞാ എന്തെങ്കിലും തടഞ്ഞാലോ? നിങ്ങളുടെ ആവശ്യത്തിന് പെണ്ണ് കാണൽ കൊണ്ടിരുത്തിയില്ലേ? അത് തെറ്റല്ലേ? പ്രപഞ്ചത്തിൽ എല്ലാവരും സ്വാർത്ഥരാണമ്മേ, നിങ്ങളടക്കം. ലോകത്തെല്ലാവരും അവസരവാദികളാണ്, നിങ്ങളടക്കം. സമൂഹത്തിൽ എല്ലാവരും മറച്ചു വെച്ച് ജീവിക്കുന്നവരാ, നിങ്ങളടക്കം.
ഡോക്ടർ നിന്നോട് നല്ല റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്? ഒന്നിനെ കുറിച്ച് അധികം ആലോചിക്കണ്ട. ശ്രീഹറിന്റെ കല്യാണം നടക്കാതെ എന്റെ ആലോചനകളൊന്നും അവസാനിക്കില്ല. കല്യാണത്തെക്കുറിച്ചുള്ള ടെൻഷനൊന്നും വേണ്ട. ആ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ പണിക്കരോടൊന്ന് വരാൻ പറഞ്ഞത്. എന്റെ ജാതകത്തിൽ ജനിച്ചൊരു കുട്ടിക്ക് വേണ്ടി എത്ര കാലം ഞാൻ ഇനി കാത്തിരിക്കണം? നടുമുറ്റത്ത് ശനി താണ്ഡവം കളിക്കുന്ന പോലെയുണ്ട് നമ്മുടെ വീട്ടിലെ അവസ്ഥ. എന്റെ ഭർത്താവിനൊപ്പം ഭാര്യയാണെന്ന് പറഞ്ഞ് ഫംഗ്ഷന് പോയി. രാത്രി എന്റെ ഭർത്താവിന്റെ ഭാര്യയായിരുന്നു. നമസ്കാരം അമ്മേ. നമസ്കാരം. നമസ്കാരം. ഇരുന്നോ. ഇരിക്കാം. എത്രയോ കല്യാണം നടത്തിക്കൊടുത്ത നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്ക് ഒരു മരുമകളെ കൊണ്ടുതരാൻ മാത്രം കഴിയുന്നില്ലല്ലേ? ഇനി എത്ര കാലം കൂടി ഞാൻ കാത്തിരിക്കണം? തീവ്രമായിട്ട് തന്നെ പ്രയത്നിക്കുന്നുണ്ട്. കാലം അങ്ങോട്ട് ശരിയാവണില്ല. ഒന്ന് പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താവോ? ഇല്ലെങ്കിൽ വീട്ടിലിടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ മാറി മാറി ഉണ്ടാവും. കണ്ടെത്തിയാ മറച്ചു പിടിക്കാൻ ശ്രമിക്കില്ലല്ലോ. ഇവിടെ വരുന്ന ഓരോ സമയവും ഞങ്ങൾ 4 ചോദ്യം ചോദിക്കും, നിങ്ങൾ 4 ഫലിതബിന്ദുക്കൾ പറഞ്ഞ് തിരിച്ചു പോകും. നിങ്ങൾ ഈ കല്യാണം നടത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല പ്രായമാകുന്നാ തോന്നുന്നത്. സ്വന്തം മകളുടെ കഴുത്തിറക്കുന്ന പോലെ എൻക്വയറി ചെയ്യരുത്. കാഞ്ഞിരിക്കൊരു വൈദ്യത്തിന് നല്ലതല്ലെന്ന് പറയുന്നത് പോലെ അമ്മയുടെ ദൃഷ്ടിയിൽ നീ പതിഞ്ഞില്ലെങ്കിൽ നിന്റെ അച്ഛൻ പിന്നെ എന്ത് ചെയ്യാനാ? നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. പണിക്കരെ, നിങ്ങൾ പറഞ്ഞോളൂ. എന്റെ ശ്രമങ്ങളെല്ലാം അസലായിട്ട് തന്നെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ തെറ്റായിട്ട് എടുക്കില്ല എന്ന് വെച്ചാ ഒരു കാര്യമുണ്ട്. പറഞ്ഞോളൂ. പുറത്തെല്ലാവരും പറയണത് തന്നെയാ. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കണതുകൊണ്ട് പറയണോ വേണ്ടയോന്ന് ഒരു ശങ്കയുണ്ട്. ആമുഖം ആവശ്യമില്ല, പറഞ്ഞോളൂ. അവിടുത്തെ മകൻ ശ്രീകർ ഒരു പെൺകുട്ടിയുമായി വളരെ അടുത്ത് ഇടപഴകുന്നുണ്ടെന്നും കാറിലൊക്കെ ഒരുമിച്ച് സഞ്ചരിക്കുന്നുണ്ടെന്നൊക്കെയാ സംസാരം. ഇന്നലെ സംഭവിച്ച ഒന്നും താനിപ്പോഴും മറന്നിട്ടില്ല അല്ലേ? അതുകൊണ്ടല്ലേ ഡള്ളായിട്ടിരിക്കുന്നെ? എന്റെ കാര്യം വിടേട്ടാ, നിങ്ങളത് മറന്നോ? ആ പെൺകുട്ടിയെ നിങ്ങളുടെ മരുമകളാക്കാനുള്ള ഉദ്ദേശമുണ്ടെന്നുള്ള സംസാരമൊക്കെ എന്റെ ചെവിയിൽ കേൾക്കാൻ ഇടവന്നു. ഞാൻ എടുത്തു ചാടി ചോദിക്കണ്ടെന്ന് കരുതി അമാന്തിച്ചതാ. അറിയാതെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ പണിക്കരെ. ആ പെൺകുട്ടിയെ മരുമകളാക്കാനുള്ള ഉദ്ദേശമൊന്നും ഞങ്ങൾക്കില്ല. അവര് നല്ല സുഹൃത്തുക്കൾ മാത്രമാ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അവർക്ക് എങ്ങനെയാണാവോ? കള്ളത്തരം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഏട്ടാ. അങ്ങനെയുള്ളപ്പോ ഒരു കള്ളം മറിക്കാൻ വേണ്ടി 1000 കള്ളങ്ങൾ പറയേണ്ടി വരുന്നുണ്ട്. ഒരു സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ 1000 കള്ളം നമുക്ക് പറയേണ്ടി വരില്ലായിരുന്നു ഏട്ടാ. ഇപ്പോ ആ സത്യം പറഞ്ഞ അതെന്റെ അമ്മയുടെ ജീവന് ഭീഷണിയായിരിക്കും അവനി. തന്റെ അമ്മയുടെ ജാതകമായിരുന്നെങ്കിൽ തന്നെ കല്യാണം കഴിച്ച ആ ദിവസം തന്നെ ഞാൻ എല്ലാം പറയുമായിരുന്നു. അവര് തമ്മിലുള്ളത് സൗഹൃദമാണെങ്കിൽ കുഴപ്പമില്ല, മറിച്ചാണെങ്കിൽ അത് പ്രശ്നം തന്നെയാ. തലമുറകളായി നിങ്ങൾ സംരക്ഷിച്ചു പോരുന്ന പേരിന് ഭംഗം സംഭവിക്കും. അതൊന്നും സംഭവിക്കില്ല. പുറത്തുള്ളവരെ പോലെ ഒരിക്കലും നിങ്ങൾ സംശയിക്കരുത്. എങ്കിൽ ശരി. ഇന്നലെ നിങ്ങളുടെ കുടുംബത്തിന്റെ പേരില് മഹാകുംഭാഭിഷേകത്തില് പൂജകളൊക്കെ മുറക്കി നടത്തിയിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ജാതകത്തിലുള്ള പെൺകുട്ടിയെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മനസ്സ് പറയുന്നുണ്ട്. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങാ. എന്നാ കാണാം കേട്ടോ. ശരി പണിക്കരെ. ശരി അമ്മേ, അവസാനമായിട്ടൊരു കാര്യം. പറഞ്ഞോളൂ.
ചെറുക്കൻ ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടെന്നുള്ള കാര്യം മറ്റുള്ളവരുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ ഒരച്ഛനമ്മമാർക്കും താല്പര്യം ഉണ്ടാവില്ല. വരാൻ പോണ കുട്ടിക്കും ഇഷ്ടാവില്ല. എന്നാ ആയിക്കോട്ടെ. പണിക്കര ലാസ്റ്റ് പറഞ്ഞ പഞ്ച് ഡയലോഗിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ശ്രീകറിന് ചീത്തപ്പേരുണ്ടാവരുതെങ്കിൽ അവന് പുറത്തേക്ക് പോണം. ഇപ്പൊ ആവനിയെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ശ്രീകറിന് കല്യാണമേ നടക്കില്ല. ഏട്ടാ ഏട്ടാ കാറ് നിർത്താവോ? ചേച്ചി വരുന്നേന്ന് തോന്നുന്നു. ഒന്ന് റിവേഴ്സ് എടുക്കോ? ചേച്ചി ചേച്ചി സുഖാണോ? സുഖാണ്. നിനക്ക് സുഖാണോ? എനിക്ക് സുഖ ചേച്ചി. സുഖാണോ മോനെ? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. ചേച്ചി ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? സാധനങ്ങൾ വാങ്ങാൻ. നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഞാൻ നിന്നെ വിളിക്കണമെന്ന് കരുതിയതാ. എന്താ ചേച്ചി? ചില സത്യങ്ങൾ പുറത്തറിയരുതെന്ന് കരുതി നമുക്ക് എത്ര നാളും മറച്ചു വെക്കാൻ വേണ്ടി പ്രയത്നിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ സമയമാകുമ്പോ അത് പുറത്തറിയാതിരിക്കില്ലല്ലോ. നീ എവിടെയാ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നിന്റെ അളിയൻ പല വിധത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നതാ. എപ്പോഴെങ്കിലും അയാളുടെ കണ്ണിപ്പെടുമെന്ന് വിചാരിച്ചാ ഞാനും ജീവിച്ചത്. പക്ഷെ ഇന്നലെ നിന്റെ കാര്യം നിന്റെ അളിയൻ അറിഞ്ഞിട്ടുണ്ട്. നിന്റെ കല്യാണക്കാര്യവും അയാൾ അറിഞ്ഞു. എന്ത് സംഭവിച്ചാലത് നല്ലതിനാന്നാ പറയാ. ഇനി അളിയൻ കാരണം നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അന്ന് അയാൾ ഞങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോ അയാൾ അവനെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെങ്ങനെ ഞങ്ങളെ പറ്റി അയാൾ അറിഞ്ഞു? ഞങ്ങളെ കണ്ടാലും ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞാലും അളിയൻ ഞങ്ങളെ വന്ന് കാണാതിരിക്കില്ലല്ലോ ചേച്ചി. ചേച്ചിക്ക് എന്തോ തെറ്റ് പറ്റിയെന്നാ തോന്നുന്നേ. അല്ല അവനി, നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അയാൾ തന്നെയാ പറഞ്ഞത്. അളിയൻ ഞങ്ങളെക്കുറിച്ച് അറിയാൻ ഒരു സാധ്യതയില്ല ചേച്ചി. ചേച്ചിയുടെ അടുത്തുനിന്ന് ഈ സത്യം അറിയാൻ വേണ്ടി വെറുതെ ചൂണ്ടയിട്ട് നോക്കിയതാണെന്ന് തോന്നുന്നു. അല്ല അവനി, നിങ്ങളെ രണ്ടുപേരെ ഇന്നലെ ഏതോ ഫംഗ്ഷനിൽ കണ്ടുവന്ന്. നീ ഇവിടെ തന്നെ ഇരിക്കും. ഞാനൊന്ന് പോയി എന്റെ ബോസിനെ കണ്ടിട്ട് വരാം. ആവനിയോ? അവിടെ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് നിന്റെ മുന്നിലേക്ക് വരാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. നിങ്ങൾ ഫംഗ്ഷന് പോയത് സത്യം തന്നെയല്ലേ? ചോദിക്കുമ്പോ നീ എന്താ ഈ ആലോചിക്കുന്നേ? ഇന്നലെ ഫംഗ്ഷന് പോയി എന്നുള്ളത് സത്യമല്ലേ? സത്യമാണ് ചേച്ചി. അപ്പൊ അളിയൻ പറഞ്ഞതും കറക്റ്റ് ആണല്ലേ?
നിങ്ങളുടെ കാര്യത്തിൽ തലയിടരുതെന്ന് ഞാൻ അയാളോട് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. എപ്പോഴെങ്കിലും നിന്റെ മുന്നിൽ വന്ന് എന്തെങ്കിലും തോന്നിയവാസം പറഞ്ഞ നീ അത് കേട്ടോണ്ടിരിക്കരുത്. മനസ്സിലായോ? ശരി ചേച്ചി. ഇതിനു മുൻപായിരുന്നെങ്കിൽ എന്റെ അനിയത്തിക്ക് ആരുമില്ല എന്നുള്ള പേടിയായിരുന്നു. ഇപ്പൊ നീ ഉണ്ടല്ലോ മോനെ, എനിക്ക് ഒരു പേടിയുമില്ല. ഉറപ്പായും ചേച്ചി, അവനിക്ക് ആരുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നങ്ങളും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്തു പറ്റി അവനി? എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, എനിക്കൊരു കുഴപ്പമില്ല. നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. മനസ്സിലെന്തോ വലിയ ഭാരം ഒളിപ്പിക്കുന്നത് പോലെ നിന്റെ മുഖം കണ്ടാ തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനെയൊന്നുമില്ല ചേച്ചി, ചെറിയൊരു തലവേദന പോലെയുണ്ട് എനിക്ക്. ആണോ? മരുന്നൊക്കെ കഴിച്ചോ മോളെ നീ? ഇല്ല ചേച്ചി, ഞാൻ കഴിച്ചോളാം. അടുത്തൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. ചേച്ചി വേണ്ട, ഞങ്ങൾ പോയി വാങ്ങിക്കോളാം. അപ്പൊ ശരി ചേച്ചി, ഞങ്ങൾ എന്നാ പോയിക്കോട്ടെ. പോയിട്ട് വരാം ചേച്ചി. ശരി മോനെ. ചേച്ചിക്ക് പോകാനുള്ള സ്ഥലത്ത് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് തരാം. കുഴപ്പമില്ല മോനെ, ഞാൻ പോയിക്കോളാം. നിങ്ങൾ ചെല്ല്. ശരി ചേച്ചി, ശ്രദ്ധിക്കണേ. ബൈ. ചേച്ചി സൂക്ഷിച്ചു പോണേ. തലവേദനയാണെങ്കിൽ അവന് ഇങ്ങനെയല്ല. അവസ്ഥകളാകെ തകിടം മറിഞ്ഞു വരുന്നത് കണ്ടില്ലേ? എന്നെ രാധാകൃഷ്ണന്റെ കൂടെ കണ്ട അളിയൻ നാളെ ഇനി നിങ്ങളുടെ കൂടെ കണ്ട അളിയന്റെ വായിന്ന് എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ വയ്യ. ഇങ്ങനെ ഒരു ഗതികേട് ഒരു പെണ്ണിനും ഉണ്ടാവാൻ പാടില്ല. സിസ്റ്ററെ, എന്താ ചേട്ടാ? ആ മുഖഭാവത്തിന്റെ അർത്ഥം എന്താ? എന്താവാൻ? എന്ത് തീരുമാനം എടുക്കേണ്ടതെന്ന് ആലോചിക്കുകയായിരിക്കും. അവനീനെ ഇവിടുന്ന് പറഞ്ഞയക്കാനുള്ള ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നതേയില്ല. ചേട്ടൻ പറഞ്ഞതുപോലെ പണിക്കർ അവസാനം നമുക്ക് പ്രയോജനപ്പെടുന്നത് പോലെ ഒരു പഞ്ച് ഡയലോഗ് അടിച്ചിട്ടാണല്ലോ പോയത്. ആ തീയില് നമ്മൾ ഇത്തിരി പെട്രോൾ ഒഴിച്ചതുകൊണ്ട് ഡിസിഷൻ സ്ട്രോങ് ആയിരിക്കും. നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഡയറക്റ്റായിട്ട് അവനിയുടെ മുമ്പിൽ വെച്ച് പറയാതെ ആദ്യം കുഞ്ഞളീനൊരു ക്ലൂ കൊടുക്കാനുള്ള പരിപാടിയാ. എങ്ങനെയാണെങ്കിൽ എന്താ, വർക്കൗട്ട് ആയാ പോരെ? എന്താ പറയാനുള്ള അമ്മേ? വാ പറയാം. പണിക്കരെന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന്
എന്താ പറഞ്ഞെന്ന് നിനക്കറിയോ? അവിടുത്തെ മകൻ ശ്രീകർ ഒരു പെൺകുട്ടിയുമായി വളരെ അടുത്ത് ഇടപഴകുന്നുണ്ടെന്നും കാറിലൊക്കെ ഒരുമിച്ച് സഞ്ചരിക്കുന്നുണ്ടെന്നൊക്കെയാ സംസാരം. ചെറുക്കൻ ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടെന്നുള്ള കാര്യം മറ്റുള്ളവരുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ ഒരച്ഛനമ്മമാർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇത്രയും കാലം ഞങ്ങളുടെ ചെറിയ മോനെ കുറിച്ച് നല്ലത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇന്ന് പക്ഷേ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നു. ഒരു തവണ ജനത്തിന് നമ്മുടെ കുടുംബത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വീണ്ടും തിരികെ പിടിക്കാൻ പിന്നെ ഈ ജന്മം കഴിയില്ല. അങ്ങനൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും ആലോചിച്ച് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്.